ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് കുന്നംകുളം. നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അടുത്ത 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം. 4 ജില്ലകളിൽ അടുത്ത 3 ദിവസം റെഡ് അലർട്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. വേലൂരിൽ കനത്ത മഴയിൽ മാവിന്റെ മധ്യഭാഗം പൊട്ടിവീണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. കുറുമാൽ മൂളിപ്പറമ്പിൽ സരളയുടെ മകൻ ഭാസനാണ് പരിക്കേറ്റത്. മേഖലയിൽ വൈദ്യുതി വിതരണം നിലച്ചു. അകലാട് ബദർപള്ളി ബീച്ചിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് കേബിൾ സംവിധാനവും തകരാറിലായി. കുന്നംകുളത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ പുതിയ സബ് ട്രഷറി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. തിങ്കളാഴ്ച മുതൽ സബ് ട്രഷറി ഓഫീസിന്റെ പ്രവർത്തനം മുൻപ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന ഗുരുവായൂർ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറും. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സിഹിയോൻ മാളികയിൽ വെച്ച് അപ്പസ്തോലരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആചരിച്ചു. ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകൾ ഭക്തി നിർഭരം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 4 ജില്ലകളിൽ അടുത്ത 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് അടുത്ത 3 ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കാലവർഷം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും തുടർന്ന് മെയ് 31 കേരളത്തിൽ എത്തിച്ചേർന്നേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ന്യൂനമർദ്ദപാത്തി മറാത്തുവാഡയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അകലാട് ബദർപള്ളി ബീച്ചിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. ഇതുമൂലം പ്രദേശത്ത് വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് കേബിൾ സംവിധാനവും തകരാറിലായി. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. അകലാട് ബദർപള്ളി സ്വദേശി ആലിപുരക്കൽ വിചിത്രന്റെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലെ വലിയ കുടംപൊളി മരമാണ് അടിഭാഗത്ത് വെച്ച് മുറിഞ്ഞു വീണത്. മരത്തിന്റെ ഉള്ളുപൊള്ളയായി ദ്രവിച്ചതാണ് പെട്ടെന്ന് വീഴാനുണ്ടായ കാരണം. ഇലക്ട്രിക് ലൈനിൽ തട്ടി തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു. പറമ്പിനോട് ചേർന്ന ചെറുനമ്പി ഉമറലിയുടെ പറമ്പിലെ മതിലും തകർന്നിട്ടുണ്ട്. CCTV, കുന്നംകുളം ലിങ്ക് ഓപ്പറേറ്റർ, സെൻസ് കേബിൾ വിഷൻ കേബിളുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇതുമൂലം പ്രദേശത്ത് വൈദ്യുതി ബന്ധവും കേബിൾ ഇന്റർനെറ്റ് സംവിധാനവും തകരാറിലായി. KCB ജീവനക്കാരും കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരും സ്ഥലത്തെത്തി തകരാർ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ച് നീക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. വേലൂരിൽ കനത്ത മഴയിൽ മാവിന്റെ മധ്യഭാഗം പൊട്ടിവീണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. കുറുമാൽ മൂളിപ്പറമ്പിൽ സരളയുടെ മകൻ ഭാസനാണ് പരിക്കേറ്റത്. കുറ്റിക്കാട്ട് സാബുവിന്റെ വീട്ടിലെ മാവാണ് പൊട്ടിവീണത്. വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ഭാസനെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. കാട്ടകാമ്പാൽ അമ്പലനടയ്ക്ക് സമീപം മരത്തിന്റെ വലിയ കൊമ്പ് റോഡിലേക്ക് പൊട്ടിവീണു. ഞായറാഴ്ച രാവിലെയുണ്ടായ മഴയിലും കാറ്റിലുമാണ് മരക്കൊമ്പ് പൊട്ടി റോഡിന് കുറുകെ വീണത്. ഇതേ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം മരക്കൊമ്പ് വെട്ടിമാറ്റിയാണ് പുനഃസ്ഥാപിച്ചത്. കേച്ചേരിയിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് കാറിലും സ്കൂട്ടറിലും ഇടിച്ച ശേഷം സ്കൂൾ മതിൽ തകർത്തു. കേച്ചേരി സെന്ററിന് സമീപം ആളൂർ റോഡിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന PAR എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചൂണ്ടൽ തൃശൂർ റോഡിൽ വൻ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ബസ് ആളൂർ വഴി കേച്ചേരിയിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിർത്തിയിട്ട കാറിലിടിച്ച ബസ് സ്കൂൾ മതിലിനടുത്ത് വെച്ചിരുന്ന സ്കൂട്ടറിലും ഇടിച്ച ശേഷം മതിൽ തകർത്താണ് നിന്നത്. അപകടത്തിൽ ബസ് ജീവനക്കാരും യാത്രികരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂൾ പരിസരത്ത് പാർക്ക് ചെയ്ത സ്കൂട്ടറിലാണ് ബസ് ഇടിച്ചത്. സ്കൂട്ടറിന്റെ സ്റ്റാൻഡ് ബസിന്റെ മുൻഭാഗത്ത് തുളച്ചുകയറിയ നിലയിലാണ്.
തൃശൂർ റോഡിൽ കേച്ചേരി മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുമ്പോൾ ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും മറ്റ് സ്വകാര്യ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും മറ്റം ആളൂർ വഴിയാണ് കേച്ചേരിയിലേക്ക് എത്തുന്നത്. BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ അമിത വേഗതയിലാണ് ബസ്സുകളും മറ്റു വാഹനങ്ങളും ചീറിപ്പായുന്നത്. ഈ റോഡിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. CCTV ന്യൂസ്, കേച്ചേരി. പഴഞ്ഞി അരുവായി പാടത്തിന് സമീപം കാനയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി. വലിയ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കിയാണ് മാലിന്യം കാനയിൽ തള്ളിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് മാലിന്യങ്ങളും കാനയിൽ കെട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം കാനയിൽ മാലിന്യം അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് മഴവെള്ളം സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയിരുന്നു. കാന വൃത്തിയാക്കുകയും മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണമെന്ന് ജനകീയ സമിതി ചെയർമാൻ രാജു അരുവായി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വേനൽ മഴയ്ക്ക് ഇവിടെ വെള്ളം കയറിയിട്ട് ഇവിടെ കാന വൃത്തിയാക്കാത്തതുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് പാമ്പും എലിയും എല്ലാം കയറി. പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം തിങ്കളാഴ്ച വാർഡ് മെമ്പർ ജിഷ്ണുവിനോട് പറഞ്ഞു, വാർഡ് 10 ജിഷ്ണു വന്ന് ഫോട്ടോ എടുത്ത് പോയി. ഇതുവരെ ഒരു നിവാരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ന് 17, 18, 19 ആയിരുന്നു. ഇതുവരെ കച്ചറ മാറ്റാനോ അതിനുള്ള മുൻകൈ എടുക്കാനോ ഇതുവരെ അധികൃതർ ശ്രമിച്ചിട്ടില്ല. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നിവാരണം ഉണ്ടാക്കണമെന്ന് എല്ലാ മഴയ്ക്കും ഇതാണ് ഇവിടുത്തെ ഗതി. ദേശമംഗലം വറവട്ടൂരിൽ ഭാരതപ്പുഴയിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. നേപ്പാൾ സ്വദേശിയായ യശോദയുടെ മക്കളായ 17 വയസ്സുള്ള വിക്രം, 15 വയസ്സുകാരി ശിശിര എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സഹോദരങ്ങളായ 3 പേർ ചേർന്ന് പുഴയിലേക്ക് കുളിക്കാനായി ഇറങ്ങിയത്. പുഴയിലിറങ്ങിയ കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇളയ കുട്ടി ബിബോസ് രക്ഷപ്പെട്ടു. ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തിയത്. ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചതിനു ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഭാരതപ്പുഴയിൽ നിരന്തരം അപകടങ്ങൾ നടക്കുകയും കുട്ടികളടക്കം നിരവധി മരണങ്ങൾ സംഭവിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകളും ബോധവൽക്കരണവും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം 15 വയസ്സുള്ള മറ്റൊരു വിദ്യാർത്ഥിയും പുഴയിൽ മുങ്ങി മരിച്ചിരുന്നു. കുന്നംകുളത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ സബ് ട്രഷറി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. തിങ്കളാഴ്ച മുതൽ സബ് ട്രഷറി ഓഫീസിന്റെ പ്രവർത്തനം മുൻപ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന ഗുരുവായൂർ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റും. 1982 നിലവിലുള്ള ടൗൺ ഹാൾ റോഡിലെ കെട്ടിടത്തിൽ സബ് ട്രഷറി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 3400ഓളം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്ന ട്രഷറിയുടെ പ്രവർത്തന മേഖലയിൽ 224 സർക്കാർ ഓഫീസുകളുണ്ട്. തിരക്കേറിയ സബ് ട്രഷറിയിലെ അസൗകര്യങ്ങൾ മൂലം പൊതുജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം പൊതുജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. ഇതിന് തയ്യാറാക്കിയിരുന്ന പദ്ധതി പല കാരണങ്ങളാൽ വൈകി. ഇതിനിടെ ഭാഗികമായി അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമമുണ്ടായെങ്കിലും ഒടുവിൽ പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. 2.5 കോടി രൂപ ചിലവിട്ടാണ് പുതിയ കെട്ടിടം പണിയുന്നത്. ഇപ്പോൾ ട്രഷറി പ്രവർത്തിക്കുന്ന 28 സെന്റിൽ ഇരുനിലകളിലായാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം വരുന്നത്. HLL ആണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. 2 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നും അധികൃതർ അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ അപകടം, ആർക്കും പരിക്കില്ല. ശനിയാഴ്ച രാത്രി 7:30ഓടെയായിരുന്നു അപകടമുണ്ടായത്. ഭിന്നശേഷിയുള്ള കുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിഷേധ മനോഭാവത്തിൽ പെരുമാറിയ പ്രഥമ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. കുന്നംകുളം MJD സ്കൂളിലെ പ്രഥമ അധ്യാപകനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഭിന്നശേഷിയുള്ള മകന്റെ അഡ്മിഷൻ ആവശ്യവുമായി എത്തിയപ്പോൾ സ്കൂളിൽ നിന്നുണ്ടായ ദുരനുഭവം വിദ്യാർത്ഥിയുടെ മാതാവ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണറെ വിദ്യാഭ്യാസ മന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. പാരമ്പര്യ കളരി മർമ്മ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ. എളവള്ളി ശ്രീ ഗുരുകുലം കളരി സംഘത്തിൽ മർമ്മ ചികിത്സ കഴിഞ്ഞ് മടങ്ങവെ ജനപ്രതിനിധികൾ നൽകിയ സ്നേഹാദര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പാരമ്പര്യ കളരി മർമ്മ ചികിത്സ ലോകോത്തര നിലവാരത്തിൽ പ്രസിദ്ധമാണെന്നും ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ കർണാടകത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പദ്ധതി തയ്യാറാക്കും. ഋഷിവര്യന്മാരിൽ നിന്നും പകർന്നുകിട്ടിയ കളരിമർമ്മ ചികിത്സാ രംഗത്ത് കേരളത്തിൽ അനന്ത സാധ്യതകൾ ഉണ്ട്. ടൂറിസം രംഗത്ത് ഈ സാധ്യതകൾ മുതൽക്കൂട്ടാണ്. ശ്രീ ഗുരുകുലം കളരി സംഘത്തിൽ ദൈവികതയിലൂന്നിയ ചികിത്സയായതിനാൽ മനസ്സിനും സ്വാന്തനം നൽകുന്നു. 14 ദിവസത്തെ ചികിത്സയിൽ അതീവ തൃപ്തനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞ് മെയ് 2 ചികിത്സയ്ക്കായി ഖാദർ എത്തിയത്. എളവള്ളിയിൽ നടന്ന സ്നേഹാദര ചടങ്ങിൽ TN പ്രതാപൻ MP, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജനപ്രതിനിധികളായ KD വിഷ്ണു, NB ജയ,
TC മോഹനൻ, ശ്രീബിദ ഷാജി, ഷാലി ചന്ദ്രശേഖർ, സൗമ്യ രതീഷ്, അലിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ AV സിദ്ദിഖ്, ആന്റണി ഗുരുക്കൾ, വിജീഷ് ഗുരുക്കൾ എന്നിവർ സംബന്ധിച്ചു. CCTV ന്യൂസ് കേച്ചേരി. SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഹൈന്ദവം എന്ന സൃഷ്ടിക്ക് KP രാമനുണ്ണിക്കും 10,000 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്ന കഥാവിഭാഗം പുരസ്കാരം പ്രവാസിയായ അക്ബർ ആലിക്കരയുടെ കഥാസമാഹാരം ചിലയ്ക്കാത്ത പല്ലിക്കും ലഭിച്ചു. പ്രൊഫസർ MK സാനു, ഡോക്ടർ P സോമൻ, സുജ സൂസൻ ജോർജ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. ചാലിശ്ശേരി ആലിക്കര സ്വദേശിയാണ് അക്ബർ. ഉറൂബ് ചെറുകഥാ പുരസ്കാരം, അഖാഫ് പോപ്പുലർ ചെറുകഥാ പുരസ്കാരം എന്നിവയും നേടിയിട്ടുണ്ട്. ഹരിതം ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പുരസ്കാരങ്ങൾ ജൂൺ അവസാന വാരം കോഴിക്കോട് വെച്ച് സമ്മാനിക്കുമെന്ന് സുജ സൂസൻ ജോർജ്, സമിതി ചെയർമാൻ രമേശൻ ദേവപ്രിയം, ഗജാൻജി PK റാണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തരിച്ച കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് CV ജാക്സന നാട് യാത്രാമൊഴിയേകി. വൈകിട്ട് 3 മണിയോടെ ആർത്താറ്റ് മാർത്തോമ പള്ളിയിലായിരുന്നു സംസ്കാരം. അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയ കുന്നംകുളത്തിന്റെ പൊതുരംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന CV ജാക്സന്റെ സംസ്കാര ചടങ്ങുകളിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ പങ്കെടുത്തു. അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് 2 മണിയോടെ നഗരസഭ CV ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനായി വെച്ച ശേഷമാണ് വൈശ്ശേരിയിലെ വീട്ടിലെത്തിച്ചത്. ഉച്ചയ്ക്ക് 1 മണിവരെ വീട്ടിൽ പൊതുദർശനത്തിനായി സൗകര്യം ഒരുക്കിയിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറി E പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, നേതാക്കളായ CV ബേബി, ബിജു C ബേബി, സോയ ജോസഫ്, നെൽസൺ ഐപ്പ്, വാസു കോട്ടോൽ, രേഷ്മ സതീഷ്, മിഷ സെബാസ്റ്റ്യൻ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. 1 മണിയോടെ ഭൗതിക ശരീരം ആർത്താറ്റ് മാർത്തോമ ദേവാലയത്തിലെത്തിച്ചു. 1 മണിക്കൂറോളം ദേവാലയത്തിലും പൊതുദർശനത്തിനായി അവസരമൊരുക്കി. 2 മണി മുതൽ ആരംഭിച്ച സംസ്കാര ശുശ്രൂഷയ്ക്ക് മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ മക്കാറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ തോമസ് മാത്യു, റവറൻ കോശി കുര്യൻ, റവറൻ അജിത് ഉമ്മൻ എന്നിവർ സഹകാർമ്മികരായി. സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ദേവാലയത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ കൌൺസിലറായ ഷിജിയാണ് CV ജാക്സന്റെ ഭാര്യ. വരുൺ, ജിസില എന്നിവർ മക്കളും ജിൽജോ മരുമകനുമാണ്. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സെഹിയോൻ മാളികയിൽ വെച്ച് അപ്പസ്തലരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചതിന്റെ സ്മരണയിൽ ദൈവാലയങ്ങളിൽ പെന്തിക്കോസ്ത് പെരുന്നാൾ ആചരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന പെന്തിക്കോസ്ത് പെരുന്നാൾ ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും വികാരി ഫാദർ ജോൺ ഐസക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ആന്റണി പൌലോസ് സഹകാർമ്മികനായി. ചടങ്ങുകൾക്ക് കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സലിൻ C സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിച്ചു. വിശുദ്ധ കുർബാനയും പെന്തക്കോസ്ത് പെരുന്നാൾ പ്രത്യേക ശുശ്രൂഷകളും നടന്നു. വികാരി ഫാദർ മാത്യൂസ് K ബർസൗമ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുണ്ടത്തിക്കോട് സമാദരമൊരുക്കി കോൺഗ്രസ്. വാർത്ത കാണാം ഇടവേളയ്ക്കു ശേഷം. വാർത്തയിലേക്ക്. ആളൂർ യുവജന സമാജം വായനശാലയുടെ നേതൃത്വത്തിൽ നിറവ് എന്ന പേരിൽ കലാസാംസ്കാരിക ശാസ്ത്ര കളരി സംഘടിപ്പിച്ചു. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന കളരിയുടെ ഉദ്ഘാടനം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ലൈബ്രറി കൌൺസിൽ കുന്നംകുളം താലൂക്ക് നിർവാഹക സമിതി അംഗം T രാജഗോപാലൻ മാസ്റ്റർ, വായനശാല സെക്രട്ടറി ഗംഗാധരൻ മാസ്റ്റർ, വയോജനവേദി പ്രസിഡന്റ് വേലായുധൻ മുളയംകോടത്ത്, ക്യാമ്പ് കൺവീനർ PR സത്യപാലൻ എന്നിവർ സംസാരിച്ചു. ശാസ്ത്ര മാജിക് എന്ന വിഷയത്തിൽ രമേശ് ചൂണ്ടലും, വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ PJ സ്റ്റൈജു മാസ്റ്ററും, ഒറിഗാമി പരിശീലനത്തിന് പ്രശാന്ത് ഗ്രീന എന്നിവരും നേതൃത്വം നൽകി. കളിക്കളം എന്ന വിഷയത്തിൽ ജയറാം മാസ്റ്ററും, അഭിനയം, നാടൻപാട്ട്, ചിത്രകല എന്നിവയിൽ അഖിലേഷ് തയ്യൂരും ക്ലാസുകൾക്ക് നേതൃത്വം വഹിക്കും. 50ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മെയ് 10 ആരംഭിച്ച സ്കന്ദപുരാണം നവാഹയജ്ഞം സമാപിച്ചു.
18 പുരാണങ്ങളിൽ ശ്രേഷ്ഠമായ സ്കന്ദപുരാണം അപൂർവമായാണ് ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്നത്. സുമംഗലി പൂജ, സമൂഹാർച്ചന, വിദ്യാസമൂഹ പൂജ, വടുകപൂജ, മൃത്യുഞ്ജയ സമൂഹ പൂജ, സർവൈശ്വര്യ പൂജ എന്നിവയും ഉണ്ടായി. സമർപ്പണ ദിനമായ ഇന്ന് കാവടി എഴുന്നള്ളിപ്പോടെ യജ്ഞസമർപ്പണം നടത്തി. ആചാര്യനായി രാമചന്ദ്രൻ ആലപ്പാട്ട് നേതൃത്വം നൽകി. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരുന്നു. ഒമ്പത് ദിവസമായി നടന്നു വന്നിരുന്ന പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം ആറാട്ടോടെ സമാപിച്ചു. മേടമാസം 27 മുതൽ എടവം 5 വരെയുള്ള ദിവസങ്ങളിലായി നടന്ന യജ്ഞത്തിന് ഗുരുവായൂർ മണികണ്ഠവാര്യരായിരുന്നു യജ്ഞാചാര്യൻ. യജ്ഞഭോതാവായി ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരിയും പൗരാണികരായി ആദിനാട്ട് മോഹൻകുമാർ, രാമദാസ് കായംകുളം, മധു പുനലൂർ എന്നിവരുമായിരുന്നു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവി ഭാഗവത പാരായണം ആരംഭിച്ചു. തുടർന്ന് മൃത്യുഞ്ജയ മന്ത്രാർച്ചന, പ്രകാരദീപം തെളിയിക്കൽ, മണിദ്വീപ് വർണ്ണ എന്നിവയെ തുടർന്ന് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. പൂത്താലവും ചെണ്ടമേളവുമായി നടന്ന നാമജപ ഘോഷയാത്രയ്ക്കു ശേഷം ക്ഷേത്രകുളത്തിൽ ആറാട്ട് നടത്തിയതിനുശേഷം യജ്ഞവേദിയിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത്, കലശാഭിഷേകം എന്നിവയും ആചാര്യഭക്ഷണയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. 9 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, ഗജാൻജി വിശ്വനാഥൻ ഐനിക്കൽ, കോമരം വിനോദ്, ക്ഷേത്ര ഊരാളൻ ധർമ്മരാജൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ജൂൺ 10-നാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഞമ്മനേങ്ങാട് ശ്രീഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, തന്ത്രിപൂജ എന്നിവയ്ക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ പ്രകാശൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിൽ 700ഓളം പേർ പങ്കെടുത്തു. വൈകിട്ട് ദീപാരാധന, കളം കൂറയിടൽ, കളംപാട്ട്, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായി. വടക്കാഞ്ചേരി നഗരസഭ 38-ാം വാർഡ് അമ്പലവട്ടം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാദര ചടങ്ങ് സംഘടിപ്പിച്ചു. 46-ാമത് സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ 60 കിലോഗ്രാം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി ഇരുകൈ വിഭാഗത്തിൽ വെള്ളി, വെങ്കല മെഡലുകളും ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യതയും നേടിയ മുണ്ടത്തിക്കോട് പട്ടിയാത്ത് മണികണ്ഠനെയും മേഖലയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 45 വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ ചേർന്ന യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവും DCC സെക്രട്ടറിയുമായ K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ K. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. +2-ൽ മുഴുവൻ മാർക്കും നേടിയ VS അഭിരാമിക്ക് പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു. രാജു മാരാത്ത്, KN പ്രകാശൻ, M. സച്ചിദാനന്ദൻ, KT ജോയ്, രാജശ്രീ സുഗുണൻ, EM സുബ്രഹ്മണ്യൻ, CL ജോണി, V. മാധവൻ നായർ, ബാബു മുത്തൂറ്റിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മലയാളി മനസ്സുകൾ നെഞ്ചേറ്റിയ ജനകീയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ വിട പറഞ്ഞിട്ട് ഇന്ന് 2 പതിറ്റാണ്ട്. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവെന്ന റെക്കോർഡിനുടമയായ നായനാർ നർമ്മമധുരം നിറഞ്ഞ ഓർമ്മയാണിന്ന്. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനായിരുന്ന, എതിരാളികളെ ശത്രുവായി കാണാത്ത നേതാക്കളുടെ ചരിത്രത്തിലെ പ്രകാശം ചൊരിയുന്ന അധ്യായമാണ് ഏറമ്പാല കൃഷ്ണൻ നായനാർ. 1919 ഡിസംബർ 9-ന് കണ്ണൂർ കല്യാശ്ശേരി മൊറാഴയിൽ ഗോവിന്ദൻ നമ്പ്യാരുടെയും ഏറമ്പാല നാരായണിയമ്മയുടെയും 3 മക്കളിൽ രണ്ടാമനായാണ് ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്ന EK നായനാരുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ സ്വാതന്ത്ര്യസമരത്തിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സജീവമായി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാവും കേരളം കണ്ട മികച്ച ഭരണാധികാരിയുമായി. മൊറാഴ, കയ്യൂർ സമരങ്ങളോടെയാണ് EK നായനാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വനിരയിലേക്ക് ഉയർന്നു വന്നത്. 1940-ൽ ആറോൺ മിൽ സമരത്തെ തുടർന്ന് ആദ്യ ജയിൽവാസം. 1941-ൽ നടന്ന ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരത്തിൽ 3-ാം പ്രതിയായിരുന്നു. ഒളിവ് കാലത്ത് കേരള കൗമുദിയിലും സ്വാതന്ത്ര്യാനന്തരം ദേശാഭിമാനിയിലും പത്രപ്രവർത്തകനായിരുന്നു. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ചൈനീസ് ചാരനെന്ന് കുറ്റം ചുമത്തി വീണ്ടും ജയിൽവാസം അനുഭവിച്ചു. 1967-ൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്ററി രംഗത്തേക്ക് വന്നു. 1972-ൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. 1992-ൽ പോളിറ്റ് ബ്യൂറോ അംഗവുമായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന വ്യക്തിയും നായനാർ തന്നെ. പ്രതിപക്ഷ നേതാവായും സഭയിലെത്തി. ആത്മകഥയടക്കം നിരവധി പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു. 2004 മെയ് 19-ന് നായനാർ അന്തരിച്ചപ്പോൾ കേരളമാകെ കണ്ണീർ വാർത്തു.
അന്നോളം ആരും കണ്ടിട്ടില്ലാത്ത യാത്രാമൊഴിയാണ് മലയാളികൾ അദ്ദേഹത്തിന് നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര കാണാൻ വെയിലും മഴയും അവഗണിച്ച് അവർ കാത്തുനിന്നു. മെയ് 21 പയ്യാമ്പലത്ത് അദ്ദേഹത്തിന്റെ ചിത എരിഞ്ഞടങ്ങും വരെ കേരളം ഒന്നടങ്കം കണ്ണീരണിഞ്ഞു. 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ചിരിമായാത്ത മുഖത്തോടെ ജനമനസ്സുകളിൽ ഇന്നും അനശ്വരനായി തുടരുകയാണ് EK നായനാർ എന്ന കമ്മ്യൂണിസ്റ്റ്. CCTV ന്യൂസ്, കേച്ചേരി. വെൽഫെയർ പാർട്ടി സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി നടന്ന ആട്ടിൻകുട്ടിയുടെ വിതരണോദ്ഘാടനം പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ നിർവഹിച്ചു. പെരുമ്പിലാവ് 14-ാം വാർഡ് മോളുംകുന്നത്ത് മാടിവളപ്പിൽ ഫാത്തിമ ആട്ടിൻകുട്ടിയെ ഏറ്റുവാങ്ങി. 5 വർഷം മുൻപ് തുടങ്ങിയ പദ്ധതിയുടെ 40ാമത് ആട്ടിൻകുട്ടി വിതരണമാണ് നടന്നത്. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷമീറ നാസർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ അബ്ദുൽ ഫത്താഹ്, യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ ബാവ, സെക്രട്ടറി P അനീഷ് എന്നിവർ സംസാരിച്ചു. പൂലോത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ 13ാമത് വാർഷിക സമ്മേളനവും കുടുംബ സൗഹൃദ സദസ്സും നടന്നു. കണ്ടാണിശ്ശേരി വിന്നർ ക്ലബ്ബിൽ നടന്ന വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗവും തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. പൂലോത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് N മോഹൻകുമാർ അധ്യക്ഷനായി. P ദിനേശ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അസോസിയേഷൻ മുൻ പ്രസിഡന്റ് P ബാലചന്ദ്രൻ, രാധിക രാജേഷ്, അസോസിയേഷൻ ഭാരവാഹികളായ C നാരായണൻ, KN ബിജു എന്നിവർ സംസാരിച്ചു. കുടുംബ സൗഹൃദ സദസ്സിന്റെ ഭാഗമായി 75 വയസ്സ് പിന്നിട്ട കുടുംബാംഗങ്ങളെയും 50ാം വിവാഹ വാർഷികം പൂർത്തിയാക്കിയ ദമ്പതികളെയും ആദരിക്കലും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കാവ്യാലാപന മത്സരവും നടന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം നടന്ന വാർഷിക പൊതുയോഗത്തിൽ സെക്രട്ടറി C നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KN ബിജു വാർഷിക കണക്കും അവതരിപ്പിച്ചു. കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമ്മാനദാനത്തിന് ശേഷം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സമാപിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. സൗഹൃദ ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് നാസർ അകലാട് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് കബീർ പെരുമ്പാവൂർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സാജൻ കേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ജോയ് മുണ്ടൂരിനെ ചടങ്ങിൽ ആദരിച്ചു. അനസ് ഇടുക്കി, PM ഷെജീർ, അനീഷ്, ആൻഡോ തൈക്കാട് എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ഊർജ്ജകിരൺ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്തിൽ വേനൽക്കാലത്ത് ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണവും രജിസ്ട്രേഷനും നടത്തി. പഞ്ചായത്തിലെ വാർഡുകളിലെ വീടുകളിലേക്ക് PM സൂര്യഘർ പദ്ധതി പ്രകാരം സൗജന്യ സോളാർ വൈദ്യുതി സബ്സിഡിയും തവണ വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് KSEB-യുമായി സഹകരിച്ച് പരിപാടി സംഘടിപ്പിച്ചത്. പുന്നയൂർ പഞ്ചായത്ത് കൃഷിഭവൻ ലൈബ്രറി ഹാളിൽ നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഊർജ്ജമിത്ര ഗുരുവായൂർ കോർഡിനേറ്റർ AA വസന്തൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ നഫീസക്കുട്ടി വലിയകത്ത്, മെമ്പർമാരായ MV ഹൈദരാലി, മുജീബ് റഹ്മാൻ, കൃഷി ഓഫീസർ ഗംഗാദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാബു, സബ് എഞ്ചിനീയർ ജഗത് തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. യുവ ഒരുമനയൂർ വെൽഫെയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അണ്ടർ-14 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഒരുമനയൂർ ഇൻസ്പോർട്സ് ടർഫിൽ നടന്ന ടൂർണമെന്റിൽ 12 ടീമുകളാണ് പങ്കെടുത്തത്. 1ാം സമ്മാനം വിസാർഡ്സ് തൊട്ടാപ്പും ഷിഫ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്ലബ്ബ് ഭാരവാഹികളായ PP നൌഷാദ്, അശ്വിൻ ചാക്കോ, ജീവൻ ജോസഫ്, മനു ആന്റോ, നദീം നാസർ, സെയ്ദ് മുഹമ്മദ് ബിൻ അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണം സജീവം. കാണാം ഇടവേളയ്ക്കു ശേഷം. വാർത്തയിലേക്ക്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി ഇടവകയിൽ കുടുംബ കൂട്ടായ്മ ആരംഭിച്ചതിന്റെ സിൽവർ ജൂബിലി ആഘോഷം അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ KT സിൻഡോ, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി എരുമപ്പെട്ടി യൂണിറ്റ് സെക്രട്ടറി ഫ്രെന്നി ഫ്രാൻസിസ്, SH കോൺവെന്റ് മദർ സിസ്റ്റർ ആനി ജോൺ,
നടത്തുകൈക്കാരൻ CK ജോർജ് എന്നിവർ സംസാരിച്ചു. മുൻകാലങ്ങളിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർമാരെയും ഏറ്റവും പ്രായം ചെന്ന അംഗം KL അവരെയും മുൻകാലങ്ങളിൽ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളായിരുന്നവരെയും നിലവിലെ ഭാരവാഹികളെയും പ്രത്യേക സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു. അതിരൂപതാ തലത്തിൽ മികച്ച കുടുംബ കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് നേടിയ എരുമപ്പെട്ടി ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയെ യോഗത്തിൽ അഭിനന്ദിച്ചു. പുന്നേർകുളത്ത് കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രഷറർ KV മുഹമ്മദ്, ഭാര്യ മറിയം, വളണ്ടിയർ സഫിയ ടീച്ചർ എന്നിവരാണ് ഈ വർഷം ഹജ്ജിന് പോകുന്നത്. കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഓഫീസിൽ നടത്തിയ യാത്രയയപ്പ് യോഗത്തിൽ പ്രസിഡന്റ് A. ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദിവാകരൻ പനന്തറ, ഡോക്ടർ അബ്ദുൾ റസാഖ്, ഡോക്ടർ സെയ്ദുട്ടി, ഉമ്മർ മാസ്റ്റർ അറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവമായ അരങ്ങ് 2024 വടക്കാഞ്ചേരി പഴയന്നൂർ ബ്ലോക്ക് ക്ലസ്റ്ററുകളുടെ സംയുക്ത സംഘാടക സമിതി യോഗം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ADMC സിജികുമാർ അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ നകുല പ്രമോദ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, DPM ദീപ, അംബിക തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ അവധിക്കാലത്ത് നടത്തിയ കാർഷിക പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി. പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ ഒരാഴ്ചയായി മണ്ണിൽ പണിയെടുത്താണ് വിദ്യാർത്ഥികൾ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയത്. NSS വോളണ്ടിയർമാരും ചങ്ങാത്തം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ കർഷകരുമായ PA സതീഷ് കുമാർ, ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് മുറിയിലെ മികച്ച പഠനത്തിനോടൊപ്പം ഒരാഴ്ചയായി കുട്ടികളിൽ പരിസ്ഥിതി ബോധം വളർത്തുന്ന കൃഷിപാഠങ്ങളെ മുറുകെ പിടിച്ച് ജലസ്രോതസ്, മണ്ണ് സംരക്ഷണവും ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലത്തിലെ മികച്ച ഹരിത ക്യാമ്പസിൽ ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, പൂക്കൾ, ആമ്പൽക്കുളം എന്നിവയോടെയുള്ള ഉദ്യാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി കുടിവെള്ള ലഭ്യത വർദ്ധിപ്പിക്കാനായി സ്കൂളിലെ കിണർ ആഴം കൂട്ടിയപ്പോൾ ലഭിച്ച മണ്ണ്, പാറക്കഷ്ണങ്ങൾ, മൺചെടിച്ചട്ടികൾ, ക്യാമ്പസിലെ മരച്ചെടികളിലെ ഉണങ്ങിയ ഇലകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ ക്യാമ്പസ് പുതിയ കാഴ്ചയൊരുക്കിയത്. കിണറിലെ ജലാശയം നിലനിർത്താൻ കരിയിലകൾ വേർതിരിച്ച തടങ്ങളിൽ നിരത്തി ഇലകൾക്ക് മുകളിൽ മണ്ണ് പരത്തി ഇതുവഴി കാലവർഷത്ത് ലഭിക്കുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങും. തറകെട്ടി സംരക്ഷിക്കുന്ന മരങ്ങളുടെ വേരുകൾ സംരക്ഷിക്കാൻ തറയിലെ ചുറ്റും മണ്ണെടുത്ത് മാറ്റി ഉണങ്ങിയ മരച്ചില്ലകളും ഇലകളും നിറച്ചു. ആമ്പൽക്കുളത്തിനായി വലിയ കുഴിയൊരുക്കി കിണറിൽ നിന്ന് ലഭിച്ച പാറക്കഷ്ണങ്ങൾ വിരിച്ചു. NSS ആക്ടിവിറ്റി ഫണ്ട് ഉപയോഗപ്പെടുത്തി ക്യാമ്പസിലെ എല്ലാ വൃക്ഷങ്ങൾക്കും ജൈവവളവും നൽകി. വിദ്യാർത്ഥികൾക്ക് ഭക്ഷിക്കാൻ പേരയ്ക്ക, റംബൂട്ടാൻ, ചാമ്പയ്ക്ക, നെല്ലി, മാതളം, ബദാം, അനാർ, സപ്പോട്ട, ഗൂവിക, പൂച്ചപ്പഴം, മിറാക്കിൾ ഫ്രൂട്ട്, ബുഷ് ഓറഞ്ച് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയും ഹരിതാഭമായ ക്യാമ്പസിന് നിറം പകരാൻ വിവിധതരം പൂച്ചെടികളും നട്ടുപിടിപ്പിച്ചു. ഇവയുടെ സംരക്ഷണത്തിനായി ഓരോ വൃക്ഷത്തിനും വിദ്യാർത്ഥികളുടെ പേരുകൾ എഴുതിവെച്ചു. ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് ശക്തി പകരാനും ഭക്ഷ്യസംസ്കാരം നിലനിർത്താനും പ്ലാസ്റ്റിക് പുക വിമുക്ത ക്യാമ്പസ് എന്ന ചാലിശ്ശേരി ബ്രാൻഡ് ഒരുക്കുകയാണെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ പറഞ്ഞു. കുറേ ചെടിച്ചട്ടികളൊക്കെ എല്ലാം റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കരിയിലകളെല്ലാം പുകയ്ക്കുന്നില്ല. ഇനി ഈ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസും അതുപോലെ സ്മോക്ക് ഫ്രീ ക്യാമ്പസുമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. NSS ലീഡർമാരായ ജംഷീദ്, ജിത്യ, വളണ്ടിയർമാരായ ഹൃദിക്, കൈലാസ്, ഗായത്രി, പ്രിയ, ദിവ്യ, ഹിത, യെൽദോ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി SSLC+2 വിജയികളായ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K. രാമചന്ദ്രൻ അധ്യക്ഷനായി. തൃത്താല AO PV സിദ്ദിഖ്, തൃത്താല BPC K. പ്രസാദ് എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ധന്യ രാമചന്ദ്രൻ ക്ലാസ് നയിച്ചു. SSLC+2 വിജയിച്ച കുട്ടികൾ തുടർ പഠനത്തിന് ഏത് സ്ട്രീമിൽ ചേരണമെന്ന് ആശങ്കപ്പെടുന്ന കാലത്ത് കുട്ടികൾക്ക് പ്രചോദനവും കൈത്താങ്ങും നൽകുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത്, അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും ജില്ലാ ആരോഗ്യ വിഭാഗവും സംയുക്തമായി മേഖലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡോക്ടർ അനു തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് നന്ദിയും പറഞ്ഞു.
140ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. മലേറിയ, മന്ത്, HIV തുടങ്ങിയ പരിശോധനകളും ക്യാമ്പിൽ ഉണ്ടായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. ജനപ്രതിനിധികൾ, വ്യാപാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, യുവജനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പൊന്നിയൂർക്കുളം പഞ്ചായത്തിലെ ആൽത്തറ സെന്ററിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിഷാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറി PP വിനോദ് കുമാർ, പഞ്ചായത്ത് ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പങ്കാളികളായി. തുടർ ദിവസങ്ങളിൽ വാർഡ് തല ശുചീകരണ പ്രവർത്തനം നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭ 39ാം ഡിവിഷന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് മെഡിക്കൽ കോളേജ് റോഡ് പരിസരത്തെ കാന വൃത്തിയാക്കി. കൗൺസിലർ KN പ്രകാശൻ, ADS ശശികല, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിൽ വിവിധ ക്ലബ്ബുകൾ, വ്യാപാര സംഘടനകൾ, നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടുകൂടി ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 8-ന് ചാവക്കാട് പുതിയ പാലത്തിന് സമീപം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീന രാജീവ്, വ്യാപാരി വ്യവസായി സംഘടനാ ഭാരവാഹികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് സ്വാഗതവും കൗൺസിലറും മുൻ ചെയർമാനുമായിരുന്ന MR രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷമീർ M, ആസിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശിവപ്രസാദ്, കവിത എന്നിവർ നേതൃത്വം നൽകി. മാലിന്യം പൊതുനിരത്തിലും ജലാശയങ്ങളിലും വലിച്ചെറിയാതെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണമെന്നും അജൈവ മാലിന്യം കൈമാറാത്ത വീട്ടുകാർ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും യൂസർ ഫീ കുടിശ്ശികയായി പിരിച്ചെടുക്കുന്നതാണെന്നും നഗരസഭാ സെക്രട്ടറി ആകാശ് MS അറിയിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡിൽ വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുശ്മശാനം റോഡും പെരുമ്പുള്ളിക്കാനയും വൃത്തിയാക്കി. ആശാവർക്കർ സിന്ധു ഗോപാൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ തുടങ്ങി ജനകീയ പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിൽ മെയ് 27 മുതൽ 30 വരെയുള്ള തീയതികളിലായി ടാലന്റ് ഹണ്ട് 2024 സംഘടിപ്പിക്കുന്നു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ശില്പശാലയിൽ കലാസാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകും. കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് 04885 28 74 88, 94 00 48 81 88 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അകലാട് ഖലീഫ ട്രസ്റ്റിൽ വിസ്ഡം വുമൺസ് ആൻഡ് ഗേൾസ് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാലകം ത്രിദിന സഹവാസ ക്യാമ്പ് നാളെ സമാപിക്കും. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് സഹവാസ ക്യാമ്പ് നടക്കുന്നത്. ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് നടത്തിയ പ്രാരംഭ സെഷനിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉസ്മാൻ ബദർപള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം നിർവഹിച്ചു. ഹിബ ജമാൽ എടക്കഴിയൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹുസൈൻ എടക്കഴിയൂർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് വിവിധ സെഷനുകളിലായി ജീവിതലക്ഷ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഹാരിസ് ആറ്റൂരും, റബ്ബിനെ അറിയുക എന്ന വിഷയത്തെക്കുറിച്ച് റംഷാദ് സ്വാലിഹിയും, ജീവിതം കളിച്ചിരിയല്ല എന്ന വിഷയത്തിൽ സലാഹുദ്ദീൻ അൽ ഹിക്മിയും, ഖുർആനിൻ്റെ ദൈവികത എന്ന വിഷയത്തിൽ ജാഫർ സലഫിയും ക്ലാസ് എടുത്തു. രണ്ടാം ദിനത്തിൽ ഷുഹൈബ് മദീനി, നസ്രുല്ല മസൂദ്, ഷെഫീഖ് സൊലാഹി, അൻവർ അബൂബക്കർ തുടങ്ങിയവരും വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. ഇടവേളകളിൽ ഇസ്ലാം അനുശാസിക്കുന്ന തരത്തിലുള്ള വിനോദങ്ങളും സഹവാസ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, വുമൺസ് ആൻഡ് ഗേൾസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് സഹവാസ ക്യാമ്പ് സമാപിക്കും. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. ചാലിശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന സൗജന്യ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് സമാപിച്ചു. വായനശാല ഹാളിൽ നടന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ബാബു P ജോർജ് അധ്യക്ഷനായി. ചാലിശ്ശേരി സബ് ഇൻസ്പെക്ടർ VR റെനീഷ് മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികൾക്ക് SI പുസ്തകങ്ങൾ വിതരണം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം PK മോഹൻദാസ്, ഷാജിമോൾ, ആൻഡ്രി, ഷാബു മാസ്റ്റർ, വിദ്യാർത്ഥികളായ ആൻമരിയ, വികാസ് എന്നിവർ സംസാരിച്ചു.
നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. ആസാദ് ഫൗണ്ടേഷൻ തൃശൂരിന്റെ 37ാമത് സൗജന്യ ശസ്ത്രക്രിയ നേത്ര പരിശോധനാ ക്യാമ്പ് പുന്നേർകുളം ചമ്മന്നൂർ ലൗലക് മോണ്ടിസോറി പ്രീ സ്കൂളിൽ നടന്നു. കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെയും ശാന്തി നഴ്സിംഗ് ഹോം പുന്നേർകുളത്തിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അരവിന്ദ് കണ്ണാശുപത്രി ഡോക്ടർമാരായ അഭിഷേക് ജി നായർ, അർഷൻ, കോർഡിനേറ്റർ പളനിയപ്പൻ തുടങ്ങി 10ഓളം ജീവനക്കാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വിവിധ ശസ്ത്രക്രിയകൾക്കും തുടർ ചികിത്സയ്ക്കും തെരഞ്ഞെടുത്തവർക്ക് അടുത്ത ദിവസങ്ങളിൽ ചികിത്സ ലഭ്യമാക്കുമെന്ന് ആസാദ് ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ സലീൽ അറയ്ക്കൽ അറിയിച്ചു. ഫൗണ്ടേഷൻ ഭാരവാഹികളായ അബ്ദു ഇല്ലത്തയിൽ, അഷ്റഫ് മാവിഞ്ചുവട്, ഷെരീഫ് മേലേപ്പുര, വിനോദ്, ബിനീഷ് ബാലൻ, ഫിറോസ് ചമ്മന്നൂർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 50ഓളം വിദ്യാർത്ഥികളെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പെരുമ്പിലാവ് വെൽഫെയർ പോയിന്റിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സനൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ആദിൽ ഷിനാദ് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ്, വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ, ഫ്രറ്റേണിറ്റി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നുസ്ഹ പർവീൻ, മുഹമ്മദ് അഫ്ലഫ്, ഷഹവിയ എന്നിവർ സംസാരിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. മലയാളികളുടെ ഇഷ്ട കോമ്പിനേഷൻ വിഭവമാണ് പൊറോട്ടയും ബീഫും. കൈകൊണ്ട് കുഴച്ചു പരത്തി അടിച്ചെടുത്ത പൊറോട്ടയാണ് നമുക്ക് പരിചിതം. ഈ രുചി മനസ്സിലാക്കിയാണെന്ന് തോന്നുന്നു ചൈനക്കാരും പൊറോട്ട വിപണി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടാക്കുന്നത് ആധുനിക രീതിയിലാണെന്ന് മാത്രം. കിഴക്കാളൂരിൽ നിന്ന് ബാബു നൽകിയ ദൃശ്യം. ചരമം. ഒരുമനയൂർ നോർത്ത് പൊയ്യയിൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ മാനന്തറ കുമാരൻ ഭാര്യ ലീല നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ലത, സ്മിത, ജിത, ജിതേഷ് എന്നിവർ മക്കളാണ്. പാലയൂർ കാവതിയാട്ട് അമ്പലത്തിന് സമീപം താമസിക്കുന്ന പരേതനായ അത്തിക്കോട്ട് സുകേശൻ ഭാര്യ ഭാനുമതി നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ചാവക്കാട് നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. സബീഷ്, ഗണേഷ്, ബീന, ഷീന, റീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ അടുത്ത 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം. 4 ജില്ലകളിൽ അടുത്ത 3 ദിവസം റെഡ് അലർട്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. വേലൂരിൽ കനത്ത മഴയിൽ മാവിന്റെ മധ്യഭാഗം പൊട്ടിവീണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. കുറുമാൽ മൂളിപ്പറമ്പിൽ സരളയുടെ മകൻ ഭാസനാണ് പരിക്കേറ്റത്. മേഖലയിൽ വൈദ്യുതി വിതരണം നിലച്ചു. അകലാട് ബദർപള്ളി ബീച്ചിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് കേബിൾ സംവിധാനവും തകരാറിലായി. കുന്നംകുളത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ സബ് ട്രഷറി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. തിങ്കളാഴ്ച മുതൽ സബ് ട്രഷറി ഓഫീസിന്റെ പ്രവർത്തനം മുൻപ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന ഗുരുവായൂർ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറും.
യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സെഹിയോൻ മാളികയിൽ വെച്ച് അപ്പസ്തോലരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആചരിച്ചു. ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകൾ ഭക്തി നിർഭരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് കുന്നംകുളം.